ജിയോ ആണ് 18/12/2023 അങ്ങനെ ഈ പരിഹാസമാകുമെന്ന് നോക്കുന്നത് അല്ല എന്താണ് അങ്ങനെ ഈ പരിഹാസം? എന്റെ കയ്യിൽ നോക്കൂ, ഞാൻ പൂർത്തിയാക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. ഒരു മിനിറ്റ് അല്ല അങ്ങ് പുച്ഛം ഭാവം കൊണ്ടൊരു പറഞ്ഞ. നമസ്കാരമുണ്ട്. ഈ റിപ്പോർട്ടർ ടിവിയിൽ ഡെയിലി രാത്രി 8 മണിക്ക് നടത്തുന്ന ഒരു കലാപരിപാടിയുണ്ട്. എഡിറ്റേഴ്സ് മീറ്റ് എന്ന പേരിൽ നടത്തുന്നതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാന സംഭവവികാസങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ഈ എഡിറ്റേഴ്സൊക്കെ അങ്ങനെ നിരന്നിരുന്ന് രണ്ട് പക്ഷമായി തിരിഞ്ഞ് അവരങ്ങനെ വീറോടെയും വാശിയോടും കൂടെ ഒക്കെ വാദിക്കും. അത് ഈ ടി വിയെ സംബന്ധിച്ചിടത്തോളം, ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റേറ്റിംഗ് ഉണ്ടാക്കിയ സംഭവമാണ്. ഈ ചാനൽ സക്സസ് ആവാൻ തന്നെ ഒരു പ്രധാന കാരണം എഡിറ്റേഴ്സ് മീറ്റ് എന്ന പരിപാടിയാണ്. അപ്പം അതിൻ്റെ ചുവട് പിടിച്ച് മറ്റു പല ചാനലുകളും ഇതേ സമാനമായ രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അതൊക്കെ സക്സസ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ സുജിയ പാർവതിക്ക് ഇതിൻ്റെ സകല ട്രിക്കും അറിയാവുന്നതുകൊണ്ട് അവർ പോയ ബിഗ് ടി വിയിലും ഇതേ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അത് അവിടെയും അത്യാവശ്യം വ്യൂവർഷിപ്പൊക്കെ കിട്ടി തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു സക്സസ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ഒരു തിരക്കഥയുടെ ഭാഗമാണോ ഇവർ തമ്മിൽ ഈ വല്ലാതെ അടി കൂടുന്നതും? ഈ നമ്മൾ എന്താ പറയണ്ടേ, ഈ ഒരു ചന്തസംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ പറയാമോന്ന് അറിയില്ല. ചന്തയിലൊക്കെ പോകുന്നവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മോശമായി കാണില്ല. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ചന്തസംസ്കാരം കാണിക്കരുത് എന്നുള്ളത്. ആ രീതിയിലേക്ക് പലപ്പോഴും ഈ ചർച്ചകളിലെ ചില ഘട്ടങ്ങളിലെങ്കിലും പോകുന്നില്ലേ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടമാണ് കാണുന്നത്. നമ്മുടെ ഈ സ്മൃതി പരുത്തിക്കാട് ഈ വീണ വിജയനെ ഇടി ചോദ്യം ചെയ്തതിൻ്റെ ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, ഈ 2019 കേന്ദ്ര സർക്കാർ ഇത് നിരോധിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് 2023 വരെ ഈ ഉത്തരവിറക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ ഡിലേ വരുത്തിയത്? ആ കാലഘട്ടത്തിൽ ഈ CMRLന് വേണ്ടിയിട്ട് ഈ സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാവില്ലേ? കാരണം അതിൻ്റെ പ്രത്യുപകാരമായിട്ടാവില്ലേ വീണ വിജയന് ഈ 1.76 crores മറ്റോ കൊടുത്തിട്ടുണ്ടാവുക എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഈ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് വളരെ പ്രയത്നിക്കുന്നത് എന്ന് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ സംഭവിച്ചതും നമ്മൾ കേട്ടറിഞ്ഞതും ഇത് സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ സ്വകാര്യ കമ്പനികൾക്ക് ഇവിടെ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം VN സുധീരൻ തന്നെ അന്ന് നടത്തുന്നു. അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഏതാണ്ട് 10 ദിവസം കൊണ്ട് തന്നെ ആ ഓർഡർ പിൻവലിക്കേണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്തിലെങ്ങാനും ഖനനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പിന്നീട് 2016 വരെ കോടതി കേസുകളായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഈ ഖനനം ഇവിടെ നടക്കേണ്ടായില്ല. 2016 സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ടും ഇടതുപക്ഷമാണ് അന്ന് അധികാരത്തിലുണ്ടെങ്കിലും പിണറായി സർക്കാരായിരുന്നെങ്കിലും അവരും ഈ ഖനനം അനുവദിക്കേണ്ടായില്ല. 2019 കേന്ദ്ര സർക്കാർ ഇത് ഗവൺമെൻറ് കമ്പനികൾക്ക് മാത്രമേ പാടുള്ളൂ തീരദേശത്ത് ഖനനം നടത്താൻ എന്നുള്ള ഒരു ഉത്തരവും നിയമം പാസ്സാക്കുന്നതോടുകൂടെ പിന്നീട് അവരുടെ അവസരങ്ങളെ ഇല്ലാതായി എന്നുള്ളതാണ്. പിന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഖനനം അനുവദിച്ചത്. അത് മാത്രമാണ് കേരളത്തിൽ നടന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ 2023 വരെ ഇത് ഡിലേ വരുത്തിയത്, ഇവിടെ അത് ഉത്തരവ് കൊടുക്കാൻ എന്നുള്ളത്? കാരണം ലീസിന് കൊടുത്ത ഭൂമിയാണ്, അത് പിൻവലിക്കണം. അതിന് കോടതിയിൽ കുറേ കേസുകൾ നിലവിലുണ്ടായിരുന്നു. ആ കേസുകളിലേക്ക് സാങ്കേതികപരമായ നിയമപരമായ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിന് ഉത്തരവായി ഇറക്കാനുള്ളൊരു കാലതാമസം എടുത്തതാണ് എന്നാണ് നമുക്ക് ഏതാണ്ട് അറിവുള്ളത്. ആ കാലഘട്ടത്തിലും ഈ സ്വകാര്യ കമ്പനികൾ ഇവിടെ ഒരു തരത്തിലുള്ള ഖനനവും നടത്തിയിട്ടില്ല എന്നാണ് വസ്തുത. പക്ഷേ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സ്മൃതി പരുത്തിക്കാട് തയ്യാറാകുന്നില്ല എന്നും എങ്ങനെയെങ്കിലും വീണ വിജയൻ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും അവർക്ക് കിട്ടിയത് അനർഹമാണെന്നും പ്രതിഫലമാണെന്നും അഴിമതിയാണെന്നും വരുത്തി തീർക്കാനായി സ്മൃതി പരുത്തിക്കാട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ അരുൺ കുമാറിനെ പുച്ഛിച്ച് ചിരിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡിലെ ഒരു ചർച്ചയ്ക്ക് ആ ഒരു നമ്മൾ വീട്ടിൽ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ അടുത്ത് സ്വകാര്യമായിട്ടൊക്കെ പറയുന്ന രീതിയിൽ പൊതുജന സമൂഹത്തിൻ്റെ മുന്നിൽ അടികൂടുകയും തല്ലുകൂടുകയും ചെയ്യുന്ന ഒരു കാഴ്ച അരോചകമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അതൊരു പരിധി വിട്ടാൽ മഹാബോറാകും എന്നുള്ളത് ഇവരെ അറിയിക്കേണ്ട ബാധ്യത നമ്മൾ പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്കുണ്ടല്ലോ. സ്മൃതി പരുത്തിക്കാടല്ല കേട്ടോ, നമ്മുടെ സുജിയ പാർവതി പോയപ്പോൾ മറ്റൊരാളും കൂടെ അവിടെ വന്നിട്ടുണ്ട്. സാമാന്യം ഒരു അത്യാവശ്യം ബോധത്തോടു കൂടെയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് അവർ എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഏതെങ്കിലും വലിയൊരു പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതോ സംസാരിക്കുന്ന ഒരാളായി തോന്നിയിട്ടുമില്ല. ഇല്ലാതില്ല. എന്നാലും ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. 7.2 കോടി എന്നല്ല അതിന്, അതായത് ഞാൻ പറയുന്നത് വ്യക്തമാക്കി പറയാം. ബാങ്ക് റെക്കോർഡ് കാണിക്കുന്നത്
CMR നിന്ന് കൺസൾട്ടൻസിക്ക് ഇവർക്ക് കിട്ടിയ പണമുണ്ടല്ലോ, അത് പ്രൈമറി ആയി അടച്ചിരിക്കുന്നത് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന്. NBFC സ്ഥാപനമാണ്. അതെ, അങ്ങ് പറഞ്ഞോളൂ. ഇത് പറയുന്നത് എന്നെ സഹായിക്കണ്ട അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ കാര്യത്തിൽ സംസാരിക്കാനില്ല. എങ്ങനെയുണ്ട് രണ്ടാമത്തെ ആളുടെ പ്രകടനം? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഗംഭീരമായിട്ടില്ലേ? ആദ്യത്തെ ആളുടേക്കാൾ കുറച്ചും കൂടെ വീര്യം കൂടിയതാണ് ഈ രണ്ടാമത്തെ ആളുടെ പ്രകടനം. നമ്മുടെ അരുൺ കുമാറിനെ നേരെയാണ് രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നത്. അരുൺകുമാർ ചിരിച്ചുത്രേ, ഒരാൾ പുച്ഛത്തോടു കൂടെ ഉള്ള ചിരി. രണ്ടാമത്തെ ആൾക്കും അതാണ് പറയുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീട്ടിലൊക്കെ പരസ്പരം തല്ലുകൂടില്ലേ, ആങ്ങളെയും പെങ്ങളൊക്കെ, ആ രീതിയിൽ ഈ സ്റ്റുഡിയോ റൂമിലിരുന്ന് ഇവർ തല്ലുകൂടുന്ന വളരെ അരോചകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ കാണിക്കുന്നതൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിലാണെന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ? ആ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് അത് കാര്യമായിട്ട് വീർമാശയോടും കൂടെ അവർ അവതരിപ്പിക്കട്ടെ, അവരുടെ ഭാഗം അവതരിപ്പിക്കട്ടെ. പക്ഷേ ഈ കാണിക്കുന്നതിന് ഒരു 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 അരോചകമായി തോന്നുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് ഇത്തരം വിഷയങ്ങൾ എന്തായാലും മാലപ്പടക്കം പോലെ വന്നുകൊണ്ടേയിരിക്കും. ഈ എക്സാലോജിക്കും CMRL വിഷയവും അല്ലെങ്കിൽ ലാവലിംഗ് കേസൊന്നും ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല എന്നതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇവർ തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഇത്തരം പ്രകടനങ്ങൾ വീണ്ടും കാണേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.